കഴിഞ്ഞ ദിവസം വായിച്ച ഒരു രാജാവിന്റെയും അദ്ദേഹം വളർത്തിയ 2 പരുന്തു കുഞ്ഞുങ്ങളുടെയും കഥ വളരെ രസകരമായി തോന്നി. ഒരു രാജാവിന് 2 പരുന്തും കുഞ്ഞുങ്ങളെ സമ്മാനമായി കിട്ടി. അവയെ ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുവാനും അതുപോലെ പറക്കുവാൻ പരിശീലിപ്പിക്കുവാനും അദ്ദേഹം ഒരു വ്യക്തിയെ ഏൽപ്പിച്ചു. അങ്ങനെ പരുന്തുകൾ പൂർണ്ണ വളർച്ചയെത്തി. രാജാവിന്റെ ഏറെ നാളായുള്ള ഒരു സ്വപ്നമായിരുന്നു തന്റെ പരുന്തുകൾ ഉയർന്നു പാർക്കുന്നത് കാണുകയെന്നത്. അങ്ങനെ നിശ്ചയിക്കപ്പെട്ട സമയത്ത് രാജാവ് തന്റെ പരുന്തുകൾ ഉയർന്നു പറക്കുന്നത് കാണാനെത്തി. പരിശീലകൻ കൊടുത്ത സൂചനയ്ക്ക് അനുസൃതമായി 2 പരുന്തുകളും മരക്കൊമ്പിൽ നിന്നും ഉയർന്ന് പറക്കാൻ ആരംഭിച്ചു. എന്നാൽ ഒരു പരുന്ത് അല്പദൂരം പറന്ന് തിരിച്ചു മരക്കൊമ്പിൽ വന്ന് ഇരിക്കുകയാണ് ചെയ്തത്. എന്നാൽ രണ്ടാമത്തെ പരുന്ത് ഉയരങ്ങളിലേക്ക് പറന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ആദ്യത്തെ പരുന്ത് പരിശീലകൻ എത്ര ശ്രമിച്ചിട്ടും അല്പദൂരം മാത്രം പറന്നിട്ട് തിരിച്ച് മരക്കൊമ്പിൽ വന്നിരിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ രാജാവിന് വലിയ വിഷമമായി. അദ്ദേഹം ഈ പരുന്തിനെ ഉയർന്നു പറപ്പിക്കുന്ന ആളുകൾക്ക് വലിയ സമ്മാനങ്ങൾ വാഗ്ദാനം ചെയ്തു. പല ആളുകളും ശ്രമിച്ചെങ്കിലും എല്ലാ ശ്രമങ്ങളും വിഫലമാവുകയാണ് ചെയ്തത്. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു പാവം കർഷകൻ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ സഹായിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് കൊട്ടാരത്തിലെത്തി. കർഷകൻ പറഞ്ഞതനുസരിച്ച് തന്നെ ആദ്യത്തെ പരുന്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉയർന്നു പറക്കുവാൻ ആരംഭിച്ചു. ഇത് കണ്ട് സന്തോഷവാനായ രാജാവ് താൻ വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ധാരാളം സമ്മാനങ്ങൾ കർഷകന് നൽകി. എന്തു വിദ്യയാണ് താൻ പ്രയോഗിച്ചതെന്ന് രാജാവ് കർഷകനോട് ചോദിച്ചു. കർഷകൻ പുഞ്ചിരിച്ചുകൊണ്ട് രാജാവിനോട് മറുപടി പറഞ്ഞു, രാജാവേ, ഞാൻ ഈ പരുന്ത് സ്ഥിരമായി ഇരുന്നു കൊണ്ടിരുന്ന മരക്കൊമ്പ് വെട്ടിക്കളയുക മാത്രമേ ചെയ്തുള്ളൂ. നമ്മളും പലപ്പോഴും ഇതുപോലെയാണ്. നമ്മുടെ പതിവ് സുഖങ്ങൾ ഉപേക്ഷിക്കാൻ നമുക്ക് പലപ്പോഴും മടിയാണ്. കംഫർട്ട് സോണിൽ നിന്നും പുറത്തു വരുവാനും റിസ്ക് എടുക്കുവാനും നമ്മൾ പലപ്പോഴും തയ്യാറാകാറില്ല. അതുകൊണ്ട് തന്നെ വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും ഒരു ശരാശരി ജീവിതവുമായി പലരും മുന്നോട്ട് നീങ്ങുന്നു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പല പ്രതിസന്ധികളും നമ്മുടെ കംഫർട്ട് സോണുകളാകുന്ന മരക്കൊമ്പുകളെ ദൈവം ഒടിച്ചു കളഞ്ഞ് നമ്മൾ ഉയർന്നു പറക്കുന്നത് കാണാനാണെന്ന് മനസ്സിലാക്കി നമുക്ക് ഉയരത്തിൽ പറക്കുവാൻ ശ്രമിക്കാം.